ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ വോട്ടുകൾ ലഭിക്കാതെ പോയതിനെ സംബന്ധിച്ചും ജയിക്കാൻ കഴിയുമായിരുന്ന സീറ്റുകൾ ജയിക്കാൻ കഴിയാതെ പോയതിനെ സംബന്ധിച്ചുമെല്ലാം ആഴത്തിലുള്ള പരിശോധന, അത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള രീതി അനുസരിച്ച് അത് നടത്തുകയും ചെയ്യും. വയനാടിൽ വാസ്തവത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടും ഇപ്പോൾ അവർ സ്വീകരിക്കുന്ന നിലപാടും അതിന് എനിക്ക് വ്യക്തിപരമായും രാഷ്ട്രീയമായും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും BJPക്കെതിരായ പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടവരുടെ അവരുടേതായ നിലപാടുകൾ അതിനെ സംബന്ധിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് പറയുകയാണ്. യോജിപ്പില്ല. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് ഇക്കാര്യത്തെ സംബന്ധിച്ച് കോൺഗ്രസ് എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് എന്തായാലും മത്സരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു എന്നാണ്. പല ഓപ്ഷൻ ഉണ്ടല്ലോ. ഒന്നിൽ രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കരുത്, പകരം റായ് ബറേലി ഒഴിയണമായിരുന്നു, അതാണോ? രണ്ട്, വയനാട് രാഹുൽ ഒഴിയുമ്പോൾ പകരം സംസ്ഥാന കോൺഗ്രസിലെ ഒരാൾ അവിടെ മത്സരിച്ചാൽ മതിയായിരുന്നു, ഇതാണോ? മഞ്ജുഷ കൃത്യമായി പോയിന്റ് ബ്ലാങ്കായി ഞങ്ങളെ ഇത് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞങ്ങളെ പോയിന്റ് ബ്ലാങ്കായി തന്നെ മഞ്ജുഷ നിർത്തിയിരിക്കുകയാണ്. വാണി രാജ ചോദിച്ചതുപോലെ താൻ ആ സ്ഥാനാർത്ഥി ഇപ്പോൾ വിജയിച്ച് രാജിവെക്കുന്നു. അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി താൻ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നുണ്ട് എന്നും അത് ഇന്ന സംസ്ഥാനത്ത് ഇന്ന മണ്ഡലത്തിലാണ് എന്നും അദ്ദേഹം അന്ന് പറയാൻ തയ്യാറായില്ല. വയനാടിൽ മത്സരിക്കുമ്പോഴും വയനാടിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഹൈപ്പ് ഉണ്ടാക്കുമ്പോഴും ശരിയാണ്, അതിൻ്റേതായ ഓളവും മലയാളികളും എല്ലാം ഉണ്ടാവും. ദേശീയ നേതാവ് തന്നെയാണല്ലോ, അതിലൊന്നും ഒരു തർക്കവുമില്ല. എന്തുകൊണ്ട് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞില്ല? വാണി രാജയും ചോദിച്ചൊരു ചോദ്യമാണ്. പിന്നീടാണ് അദ്ദേഹം റായ്ബറേലിയിൽ അങ്ങനെ നമ്മളിപ്പോൾ റായ്ബറേലിയും അമേഠിയും ആ 2 സീറ്റുകൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയും നെഹ്റു കുടുംബത്തിൻ്റെ സ്ഥിരമായി, ഞാൻ അങ്ങനെ ഏതെങ്കിലും ആരുടെയെങ്കിലും കുത്തകയാണ് കുടുംബവകയാണ് എന്നുള്ള ആ ഒരു അർത്ഥത്തിനൊന്നും എനിക്ക് അതിനോട് യോജിപ്പില്ല. പക്ഷേ സമാജ്വാദി പാർട്ടിയുമായി മുന്നണി ഉണ്ടാക്കാനും അത്തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു കരുത്ത് പകരാനായി കഴിയുന്ന നിലയിലേക്കും UPയിൽ ശക്തമായ ഒരു BJP വിരുദ്ധ വികാരം ഉള്ളത് ആ വിധത്തിൽ തന്നെ അത് മെറ്റീരിയലൈസ് ചെയ്യാനും അത് അഖിലേഷ് യാദവ് എല്ലാം നടത്തിയതായ ഒരു വലിയ പരിശ്രമമുണ്ട്. അത്തരം ഒരു കാര്യം വരുമ്പോൾ അവിടെ ഒരു മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുന്നു എന്നുള്ളത് നേരത്തെ പറയാമായിരുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനിക്കുമ്പോൾ ഉന്നത തലത്തിൽ ഹൈക്കമാൻഡ് അത്തരത്തിൽ തീരുമാനിക്കുമ്പോൾ അതെല്ലാം ഇവർക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് കേരളത്തിലെ ജനങ്ങളോട് വിശിഷ്യ വയനാട്ടിലെ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചു ഇല്ലേ, ഇതല്ലേ പറയേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെയാണ് എങ്കിൽ പ്രിയങ്ക ഗാന്ധി അന്നേ അവിടെ മത്സരിക്കാമായിരുന്നല്ലോ, വയനാട്ടിൽ തന്നെ മത്സരിക്കാമായിരുന്നല്ലോ. അവിടെ ഒരു സ്ഥാനാർത്ഥി സഹോദരി മത്സരിക്കുന്നു, സഹോദരൻ അപ്പുറത്ത് UPയിൽ അവിടെ മത്സരിക്കുന്നു. അപ്പോൾ അതല്ലാതെ ഇത്തരമൊരു കാര്യങ്ങളൊക്കെ തന്നെ വാസ്തവത്തിൽ അതൊരു നല്ലതല്ലാത്ത സന്ദേശം ആണ് നൽകിയത് എന്ന വിനീതമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. തെരഞ്ഞെടുപ്പാണ്, പോരാട്ടമാണ്, സ്വാഭാവികമായി വയനാട് സീറ്റ് രാഹുൽ ഒഴിയരുതായിരുന്നു എന്നുള്ള നിലപാട് താങ്കൾക്കോ താങ്കളുടെ പാർട്ടിക്കോ ഇല്ല. വയനാട് സീറ്റ് രാഹുൽ ഒഴിയരുതായിരുന്നു എന്നുള്ള നിലപാടില്ല. റായ്ബറേലി നിലനിർത്തുന്നതാണ് നല്ലത്, അത് തന്നെയാണ് നിലപാട് അല്ലേ? ഒഴിയ എന്നുള്ളതല്ല, അല്ല മഞ്ജുഷ, അതല്ല പറഞ്ഞത്. ഫ്രം ദ വെരി ബിഗിനിങ് ഇറ്റ്സെൽഫ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു അത്തരത്തിൽ നമ്മുടെ സമ്മതിദായകരോട് ജനങ്ങളോട് ഒരു രാഷ്ട്രീയ സത്യസന്ധത സ്ഥാനാർത്ഥിയും നേതാവ് ആ പാർട്ടിയും മുന്നണിയും പുലർത്തണമായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റൊന്ന് ഇവിടെ എനിക്ക് സത്യം പറയാമല്ലോ, നിങ്ങൾ ഈ പ്രിയപ്പെട്ട അദ്ദേഹം നല്ലൊരു ഡിബേറ്ററുമാണ്. അദ്ദേഹം കിടന്ന് ആ സ്ലിപ്പറി ഗ്രൗണ്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ വിഷമം തോന്നുന്നു. ശ്രീ ബഹുമാനപ്പെട്ട സമ്പത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്തു, എന്നെ ഈ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിയാണ് നിങ്ങൾ ഈ കളി കളിക്കുന്നത് എന്ന് തുറന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം ഇവിടെ പറയാതെ പറയുന്നത് ഞങ്ങളുടെ അവസ്ഥ കേരളത്തിൽ കണ്ടോ, എന്തൊരു ദയനീയമാണ്. ഞങ്ങളും BJPയും ഒപ്പത്തിനൊപ്പമാണ്, ഞങ്ങൾക്ക് ഒരു സീറ്റ് BJPക്ക് ഒരു സീറ്റ്. ഈ ഒരു സമയത്ത് ഈ ദയനീയ അവസ്ഥയെങ്കിലും പരിഗണിച്ച് ദയവ് ചെയ്താ വയനാട് സീറ്റിലെങ്കിലും ഞങ്ങളൊന്ന് വിജയിപ്പിച്ച് നിങ്ങളൊന്ന് സഹായിച്ച് ഞങ്ങളെ ഒന്ന് BJPയുടെ മുമ്പിലൊന്ന് കയറ്റാൻ ഒന്ന് സഹായിച്ചു കൂടെ കോൺഗ്രസേ എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അവരുടെ കാലിൽ കെട്ടി വീഴുന്ന ആ ഒരു മാനസികാവസ്ഥയിലാണ് ഈ CPM. ഞാൻ പോയിന്റ് ബ്ലാങ്കിൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഷാബു ഇവിടെ പറഞ്ഞതുപോലെയും ഞങ്ങളോട് നേരിട്ട് മഞ്ജുഷി ചോദ്യം ചോദിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അത് മഞ്ജുഷിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു ജേർണലിസ്റ്റിൻ്റെ കഴിവ് തന്നെയാണ്.
കൃത്യമായി ഒന്നും വളച്ചുകെട്ടില്ലാതെയാണ് പറയാം. ഞാനിവിടെ ഏതെങ്കിലും വിധത്തിൽ ഒരു ബീറ്റിംഗ് അബൌട്ട് ദ ബുഷിനോ അല്ലെങ്കിൽ ഒളിച്ചോടാനോ ഒന്നുമല്ല തയ്യാറായത്. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പരസ്യമായി പറഞ്ഞല്ലോ, തോറ്റു, ആ തോൽവിയെ സംബന്ധിച്ച് പഠിക്കണമെന്നുള്ളത്, വിജയിച്ചാലും അത് പഠിക്കുക തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ അതിനൊന്നും ഒരു സംശയവുമില്ല. കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഞങ്ങളായാലും. ഇപ്പോൾ ശ്രീ സുരേഷ് ഗോപി വിജയിച്ചു, ഒരു സീറ്റ് അതുകൊണ്ട് ബി ജെ പിക്ക് കിട്ടിയെന്ന് ബി ജെ പി ശരി പറഞ്ഞോളൂ. സഖാവ് രാധാകൃഷ്ണൻ മാത്രമാണ് സി പി ഐ എമ്മിൽ നിന്ന് എൽ ഡി എഫിൽ നിന്ന് വിജയിച്ചത്, അതുകൊണ്ട് നിങ്ങൾ വല്ലാതെ ചുരുങ്ങിപ്പോയെന്ന് പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. ഞാൻ ഈ സീറ്റുകൾ വിട്ടുകൊടുക്കുന്നതിനെക്കുറിച്ചുള്ളതിൽ ഞാനൊന്ന് പറയട്ടെ. തൊട്ടപ്പുറത്ത് തമിഴ്നാട് സംസ്ഥാനം നമ്മൾ പറയുമ്പോൾ നമ്മൾ 3 പേരുടെ പാർട്ടികളും ദേശീയ പാർട്ടികളെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ദേശീയ പദവി നഷ്ടമാവുമല്ലോ എന്ന് കളിയാക്കിയ പല ആളുകളും, ശരി നഷ്ടമായാലും എന്ത് സംഭവിച്ചാലും ഞങ്ങളിവിടെ തന്നെ ഉണ്ടാവും. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി ഒഴിയുന്ന ഒരു മണ്ഡലത്തിൽ, അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരു മണ്ഡലത്തിൽ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയെ ഞങ്ങൾ മത്സരിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്നെങ്കിലും പറയും. അറ്റ്ലീസ്റ്റ് നേരത്തെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിയെന്ന് താങ്കൾ പറഞ്ഞില്ലേ, ആ ചോദ്യത്തിനുള്ള ഉത്തരമെങ്കിലും ഒന്ന് കൃത്യമായിട്ട് ഒന്ന് പറയാൻ പറ്റുമോ?